ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റെസിപ്പി ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ളതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ അതിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഇടിച്ചമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 15 ചെറിയുള്ളി അരിഞ്ഞത്, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അധികം ടൈമൊന്നും വേണ്ട, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചെമ്മീനിൽ കുറച്ച് ഉപ്പ് കാണും, എങ്കിലും നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അവസാനം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ ഉണക്കച്ചെമ്മീനിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.